ചേട്ടാ, അതായത് ഇപ്പോൾ ഒരു പുതിയ ആരോപണം കോൺഗ്രസും മുസ്ലിം ലീഗും, അതായത് നമ്മുടെ PM ശ്രീ പദ്ധതി കുറച്ച് നാളായിട്ട് ചർച്ചകളിലൊന്നും ഇപ്പൊ ഈ പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും ശബരിമല വിഷയമൊക്കെ വന്നപ്പോഴത്തേക്കും മുങ്ങിക്കടന്നൊരു വിഷയമാണ് PM ശ്രീ പദ്ധതി. ഇപ്പൊ PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിടാൻ വേണ്ടിയിട്ട് ഇടനിലക്കാരനായിട്ട് പ്രവർത്തിച്ചത് ബ്രിട്ടാസ് ആണെന്നുള്ള ജോൺ ബ്രിട്ടാസ് ആണെന്നുള്ള ഒരു വിമർശനം ഇപ്പൊ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അത് അവരിങ്ങനെ ശക്തമായിട്ട് അതിൽ പിടിച്ചു നിൽക്കുവാണ്. അപ്പൊ ഇതിന് ബ്രിട്ടാസ് നല്ലൊരു മറുപടിയും കൊടുത്തിട്ടുണ്ട്. അതായത് ഈ കുറിക്ക് കൊള്ളുന്ന മറുപടി തന്നെ പുള്ളി അതിന് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇത് മൊത്തത്തിൽ നമ്മൾ ഇതിനെ ഒന്ന് വിലയിരുത്തുമ്പോൾ എന്തൊക്കെയാണ് സംഭവങ്ങൾ? ബ്രിട്ടാസ് പറയുന്നത് വിശദീകരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. മറുപടി ചെറിയ രീതിയിലൊന്നും അല്ല കൊടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ സംഭവം? ഇങ്ങനൊരു അതായത് ഇവര് പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാല് സിമ്പിൾ ആണ്, ലോജിക്ക് ഇത്രയേ ഉള്ളൂ. അതായത് ഇവിടെ കേരളത്തില് അതായത് ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരായി ഇപ്പോൾ പുതുതായിട്ട് വന്ന ED അന്വേഷണം, അതിന് മുൻപ് വന്ന ED അന്വേഷണം, അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരിൽ ഇടയ്ക്ക് വന്ന ഒരു ED നോട്ടീസ്, അതോടൊപ്പം തന്നെ മകൾ വീണയ്ക്കെതിരായി വന്നിട്ടുള്ള അന്വേഷണം, ED അന്വേഷണം, ഇതൊക്കെയും ഇല്ലാതായി പോയതിന് കാരണം ഈ BJPയും CPM തമ്മിലുള്ള ഒരു ഡീലാണ് എന്നാണ് ശരിക്കും പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡീലിന് ഇടനിലക്കാരനായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചത് ഈ ജോൺ ബ്രിട്ടാസ് ആണ്. അത് MP കൂടിയാണല്ലോ. ജോൺ ബ്രിട്ടാസ് ആണ് എന്നുള്ളതാണ് കോൺഗ്രസ് ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PM ശ്രീ പദ്ധതിയിൽ തിടുക്കപ്പെട്ട് മുന്നണി ബന്ധം പോലും നോക്കാതെ CPI പറഞ്ഞിട്ടുള്ള എതിർപ്പുകളെ മറികടന്നുകൊണ്ട് പോയി ഒപ്പുവയ്ക്കുന്നു. ഒപ്പുവെച്ചതിന് ശേഷം പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്ത് BJP ആയിട്ട് സന്ധി ചെയ്യലാണ് ഇതെന്നാണ് പറയുന്നത്. മണ്ടത്തരമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായി കേന്ദ്രത്തിന് ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുണ്ട്, ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരുമുണ്ട്. ഒരു വിദ്യാഭ്യാസ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതി ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ സമഗ്ര ശിക്ഷാ അഭിയാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിക്കേണ്ട തുക പല അധ്യാപകർക്ക് ശമ്പളം പോലും കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ തുക നമ്മൾ മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് PM ശ്രീ എന്ന് പറയുന്ന പദ്ധതിയിൽ ഒപ്പുവെച്ചത്. അല്ലാതെ കേന്ദ്രാവിഷ്കൃത പാഠ്യപദ്ധതി, അതായത് NEP പോലെയുള്ള ഒരു പദ്ധതി നമ്മുടെ സംസ്ഥാനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് ഇവർക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവിടെ കാര്യം ഈ ഗാന്ധിയെ കൊന്ന ഗോഡ്സെ അല്ല എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും മുഗൾ ഭരണാധിപന്മാരുടെ ചരിത്രത്തെക്കുറിച്ചുമൊക്കെ നമ്മുടെ വിഷയത്തിൽ നിന്നും, അതായത് പാഠ്യപദ്ധതിയിൽ നിന്നും വെട്ടിമാറ്റിയ സമയത്ത് അതിനുവേണ്ടി പ്രത്യേകം പുസ്തകം അടിച്ച് വിതരണം ചെയ്തവരാണ് കേരള സർക്കാർ. അത്രയ്ക്ക് ചങ്കുറപ്പുള്ള ഒരു സർക്കാരാണ് നിൽക്കുന്നത്. അല്ലാതെ ചായ കുടിക്കാൻ വിളിക്കുമ്പോൾ അവരുടെ വീട്ടിൽ, പ്രധാനമന്ത്രിയുടെ വീട്ടിൽ പോലും ചായ കുടിക്കാൻ നിൽക്കുന്നവരല്ല ഇവിടുത്തെ ആൾക്കാർ. ഇവിടെ ഒരു മുഖ്യമന്ത്രിയോ അല്ലെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു MPയോ കണ്ടു, ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടു എന്ന് തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡീല് സംസാരിച്ച് PM ശ്രീ പദ്ധതിയിൽ നമുക്ക് ലഭിക്കേണ്ട പണം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടത്. ഒരു പ്രാധാന്യം ഇല്ലാതിരിക്കുന്ന, സംസ്ഥാന സർക്കാരുമായി ഒരു ബന്ധമില്ലാതിരിക്കുന്ന ഒരു MP, ആ MPയുടെ പേര് NK പ്രേമേന്ദ്രൻ എന്നാണ്, UDFൻ്റെതാണ്, RSPക്കാരനാണ്. ഇയാൾ എന്തിനാണ്, ഈ MP എന്തിനാണ് അവിടെ പോയിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചായ കുടിക്കാൻ വിളിച്ചവൻ പോയത്? അപ്പൊ അത് ഡീലല്ലേ? അതൊരു ഡീലല്ലേ? അവിടെ എന്തോ ഡീല് നടന്നില്ലേ? അതുകൊണ്ട് തന്നെയല്ലേ NK പ്രേമേന്ദ്രൻ മത്സരിക്കാൻ വന്ന സമയത്ത് നമുക്ക് വളരെ ലളിതമായി പറഞ്ഞാൽ തീരെ കഴിവ് കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥി അവിടെ കൊണ്ടുവന്നിട്ടത്. കൊല്ലത്ത് ഒരു കാരണവശാൽ നിന്നാൽ വിജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരു BJP സ്ഥാനാർത്ഥിയെ അവരവിടെ കൊണ്ടുവന്ന് ഇറക്കിയതിന് കാരണം എന്താ? കുറച്ച് വോട്ട്, CPMന്റെ വോട്ട് കുറച്ച് പിടിച്ചു മാറ്റുക, പകരം BJP വോട്ടുകളെല്ലാം കൂടിയിട്ട് ഇവിടെ കൊണ്ട് BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ മോശം പറയും ആൾക്കാർ. അതിനുവേണ്ടി ഒരു ഡമ്മി കൃഷ്ണകുമാർ ആയിരുന്നു അവിടെ മത്സരിച്ചത്, ചലച്ചിത്രകാരൻ കൃഷ്ണകുമാർ. ആ കൃഷ്ണകുമാറിന് തിരുവനന്തപുരത്ത് മാത്രമേ പിടിപാടുള്ളൂ. അല്ലാതെ കൊല്ലം പോലെയുള്ള RSPയും CPMും കിടന്ന് പുളയ്ക്കുന്ന ഒരിടത്ത് കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വോട്ട് പിടിച്ച് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണോ കൊണ്ടിറക്കിയത്? അല്ല, വെറുതെ ഒരു ഡെമ്മി സ്ഥാനാർത്ഥിയാണ് കൊല്ലത്തിട്ടുകൊണ്ട് നേരെ ആ വോട്ടുകളെല്ലാം കൂടി NK പ്രേമചന്ദ്രനിലേക്ക് എത്തിക്കുക, കൺസോളിഡേറ്റ് ചെയ്യുക. അത് മാത്രമാണ് നടന്ന കാര്യം. ഇത് ശരിക്കും അവിടെ നടന്നൊരു പൊളിറ്റിക്കൽ ഗെയിം അതാണ്. അതിനുവേണ്ടി തന്നെയാണ് ചായ കുടിക്കാൻ പോയിരുന്നത് NK പ്രേമചന്ദ്രൻ അവിടെ. പിന്നീട് ഈ NK പ്രേമചന്ദ്രൻ തന്നെ കുണ്ടറയിൽ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന സമയം, അതിൻ്റെ നിർമ്മാണോദ്ഘാടനം നടക്കുന്ന സമയത്ത് ഇതേപോലൊരു പ്രധാനമന്ത്രി ഇതുവരെ രാജ്യത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഓരോ പദ്ധതികളും നടപ്പിലാക്കാൻ വേണ്ടിയിട്ടും ഓരോ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് ആ പ്രധാനമന്ത്രി എടുക്കുന്ന എഫർട്ടുകൾ
ഓരോ സമയത്തും ആ പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം നടത്തുന്ന പഠനങ്ങൾ അല്ലെങ്കിൽ വിശദീകരണങ്ങൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടാണ്, മറ്റാരും കണ്ടുപിടിക്കേണ്ട ഒന്നാണെന്നാണ് ഈ NK പ്രേമേന്ദ്രൻ പറഞ്ഞത്. ഇവർ എന്ത് അടിസ്ഥാനത്തിന്റെ പേരിലായിരിക്കും ഇങ്ങനെ പറയുന്നത്? ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം വന്നില്ല ED അന്വേഷണം വന്നു. ഈ ED അന്വേഷണം ഏത് പൊട്ട കുട്ടിക്ക് മനസ്സിലാവും എന്താണ് ഈ ED അന്വേഷണം എന്ന് പറഞ്ഞാൽ? ഇത് വെറും തെരഞ്ഞെടുപ്പ് എടുക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കുന്ന ഒരു എന്താ പറയുക, ഒരു കാടടച്ചുള്ള വെടിവെപ്പാണ്, പുകമറ ഉണ്ടാക്കിയെടുക്കുക. അല്ല, ഇതിനപ്പുറത്ത് യാതൊരു പ്രാധാന്യവും ഇല്ല. ഇവിടെ മുഖ്യമന്ത്രി എന്ത് ചെയ്തിട്ടാണ്? SNC ലാവലിൻ കേസ്, അവർ ഏറ്റവും കൂടുതൽ പറയുന്നത് SNC ലാവലിൻ കേസാണ്. SNC ലാവലിൻ കേസിൽ എന്താ സംഭവിച്ചത്? SNC ലാവലിൻ കേസിൽ ശരിക്കും ഉണ്ടാക്കി വെച്ച ആരാ? അതിനകത്ത് കുറ്റക്കാരനാണോ പിണറായി വിജയൻ? അല്ല. CBI തന്നെ അന്വേഷിച്ചതിന് ശേഷം അതിനകത്ത് യാതൊരു കഴമ്പും ഇല്ല എന്ന് കരുതി തള്ളിക്കളഞ്ഞ ഒരു സാധനമാണ്. 2019 കൂടി തന്നെ പിണറായി വിജയൻ ഇതിനകത്ത് പങ്കാളിയല്ല എന്ന് അദ്ദേഹത്തിന് കുറ്റവിമുക്തനാക്കുകയും ചെയ്തതാണ്. പിന്നെ എന്താണ് SNC ലാവലിൻ കേസ് തന്നെ പിടിച്ചു തൂങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ED അന്വേഷണം വരുന്നു. ED അന്വേഷണത്തിൽ എന്താ വന്നിരിക്കുന്നത്? സ്ഥലം അക്വയർ ചെയ്ത് മേടിക്കുന്ന പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വിശദീകരണം നൽകണം. ഷോ കോസ് നോട്ടീസാണത്, അല്ലാതെ യാതൊരു വിധത്തിലുള്ള അന്വേഷണം അല്ലാതെ വന്നിരിക്കുന്നത്. ഷോ കോസ് നോട്ടീസ്. ആ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ കാര്യം തീരും. പിന്നെ TM തോമസ് ഐസക് തന്നെ പറഞ്ഞല്ലോ എന്താ അതിനകത്തുള്ളത്. നിങ്ങൾ പറയൂ, എന്നെ എന്തിനാണ് അന്വേഷണത്തിന് വിളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ED ഞങ്ങളോട് പറയണം, എന്നെ അറിയിക്കണം എന്ന് തോമസ് ഐസക് പറഞ്ഞിട്ടും എന്താണ് EDക്ക് അതിന് മറുപടി ഇല്ലാത്തത്? എന്തിനാണ് വിളിപ്പിച്ചതെന്ന് പിൻ പോയിന്റ് ചെയ്ത് പറയാൻ ഇതൊരു EDക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പം ഈ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നടക്കുന്ന ചില ഒരു പ്രവണത മാത്രമാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഇവർക്കെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെ ED അന്വേഷണം വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട് അല്ലേ? പിന്നെ വേറൊരു കമ്പനി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ അന്വേഷണം വന്നിട്ടുണ്ട്. അപ്പം അന്നേരം ED മോശക്കാരും, പിണറായി വിജയനെതിരെ അന്വേഷണം വന്നു കഴിഞ്ഞാൽ ED നല്ലവരും. ഇതാണ് കോൺഗ്രസ് എടുക്കുന്നത് ഇരട്ടത്താപ്പ്. എന്നിട്ട് ഈ അന്വേഷണത്തിൽ ഒരു തേങ്ങയില്ലാന്ന് മനസ്സിലായി കഴിയുമ്പോൾ പറയുന്നത് എന്താ? ഡീല്. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരായി അന്വേഷണം നടത്തി ചോദ്യം ചെയ്ത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധിയെ ഇതുവരെ ശിക്ഷിച്ചോ? രാഹുൽ ഗാന്ധി നടപ്പിലാക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ട് ശിക്ഷിച്ചോ? ഇല്ലല്ലോ. അപ്പൊ നമുക്ക് പറയാമല്ലോ, പ്രിയങ്ക വാദ്ര എന്ന് പറയുന്ന ഒരാൾ റോബർട്ട് വാദ്രയുടെ ഭാര്യയാണല്ലോ. പിന്നെ ഈ റോബർട്ട് വാദ്ര ആണല്ലോ പിന്നെ ഈ പറയുന്ന എന്താണ് പറയുന്നത് തെരഞ്ഞെടുപ്പ് ബോണ്ട്, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം BJPക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് എന്ത് തരം ഡീലാണ്? അതെന്ത് തരം ഡീലാണ്? റോബർട്ട് വാദ്ര കൊടുത്തിരിക്കുന്ന പിന്നെ ഇലക്ട്രൽ ബോണ്ട് തുക പിന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ പച്ചയ്ക്ക് വ്യക്തമായതാണല്ലോ. അപ്പം ഈ പ്രിയങ്ക ഗാന്ധി ആരാണ്? പ്രിയങ്ക ഗാന്ധി വയനാടിന്റെ MP ആണ്. അപ്പൊ വയനാടിന്റെ MP-യുടെ ഭർത്താവ് BJPക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൊടുത്തിരിക്കുന്നു, കോടിക്കണക്കിന് രൂപ. അപ്പൊ അതെന്ത് ഡീലാ? എന്താണ് അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്? എന്താ? ഈ ദേശീയ തലത്തിൽ ഞങ്ങൾ BJP എതിർത്തുകൊണ്ട് നിൽക്കുന്നവരാണെന്നും BJPയുടെ ദേശവിരുദ്ധ നയങ്ങൾക്കെതിരായും ഇവിടുത്തെ വർഗീയതയ്ക്കെതിരായിട്ടും ഫാസിസ്റ്റ് നടപടികൾക്കെതിരായിട്ട് ശക്തമായി പോരടിക്കുന്നവരാണെന്ന് പറയുന്ന ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർ എത്രയിടത്ത് BJPക്കെതിരെ പോരടിച്ചിട്ടുണ്ട്? സിംപിളി ആലോചിച്ചാൽ മതി. ഇവിടെ പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സധൈര്യം ഇവിടെ വന്ന് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ റോഡ് ഷോയ്ക്കിടയിൽ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ പതാക പിടിക്കാൻ പോലും സമ്മതിക്കാത്തത് ഇതേ രാഹുൽ ഗാന്ധി? BJPയുടെ അന്നേരം ഏത് നയത്തിനെതിരെയാണ് ഈ കോൺഗ്രസ്സുകാർ പോരടിച്ചുകൊണ്ടിരിക്കുന്നത്? ഏത് നയത്തിനെതിരെയാ? ഇനി ഈ പറയുന്ന മുസ്ലിം ലീഗുകാർ ജോൺ ബ്രിട്ടാസ് പറയുന്നതിനെതിരെ ലീഗ് എന്താണ് ഇപ്പൊ ഇങ്ങനെ ഒരു ആരോപണമായിട്ട് ലീഗ് രംഗത്തോട്ട് വന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ ലീഗ് ആരുടെ ഭാഗമാണ്? UDFന്റെ ഭാഗം. അതായത് കോൺഗ്രസ് ആണല്ലോ പിന്നെ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ UDFന് മറുത്തു പറയാൻ പറ്റത്തില്ല. ഈ ലീഗിനെ കുറിച്ച് തന്നെ അദ്ദേഹം മുക്തലാഖ് നിയമം അവിടെ പാർലമെന്റിൽ കൊണ്ടുവന്ന സമയത്ത് എന്താ ഈ വലിഞ്ഞത്? ലീഗിന് MP-മാരുണ്ടായിരുന്നല്ലോ, ഒരാളെ പോലും കണ്ടില്ലല്ലോ അവിടെ. എന്താ കാര്യം? എന്തിനാ വലിഞ്ഞത്? അപ്പൊ ഡീലുണ്ടെന്ന് പറയാൻ പറ്റുമോ? അത് ഞങ്ങൾ ആരും വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പിൻവലിഞ്ഞതിന് കാര്യം ചർച്ചയിൽ പോലും പങ്കെടുത്തില്ലല്ലോ. എന്താ കാരണം? എന്താ കാര്യം? ഇതിനു മുമ്പ് ഈ ബ്രിട്ടാസ് തന്നെ പറഞ്ഞ കേസിലേക്ക് തന്നെ വരാം. ചന്ദ്രിക ദിനപത്രത്തിന് വിദേശത്ത് നിന്നും ഫണ്ട് കടത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. ഈ പരാതി ഉന്നയിച്ചത് വേറെ പുറത്തുനിന്ന് ഒരാൾ പോലും അല്ല, അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെയാണ് പറഞ്ഞത്. ജോലി ചെയ്തുകൊണ്ടിരുന്ന അവിടുത്തെ ജീവനക്കാരാണ് പറഞ്ഞത് ഇങ്ങനെ വിദേശത്തു നിന്ന് ധാരാളമായി ഫണ്ട് ചന്ദ്രിക ദിനപത്രത്തിലേക്ക് വരുന്നു. എന്താണ് അങ്ങനെ ഒരു പരാതി വരാനുള്ള കാരണം? മര്യാദയ്ക്ക് ചന്ദ്രിക ദിനപത്രത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുത്തിട്ടില്ലായിരുന്നു. ശമ്പളം കൊടുക്കാതെ പക്ഷെ ഫണ്ട് വരികയും ചെയ്യുന്നുണ്ട്. ഇതിനകത്തുള്ള സംശയം കാരണമാണ് പരാതിയായിട്ട് അവർ മുന്നോട്ട് പോയത്. അത് അന്ന് മാധ്യമങ്ങളിലടക്കം ഇവർ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയമാണ്. അപ്പോൾ ആ സമയത്ത് ED അന്വേഷണം വന്നപ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് പലതിലും മുസ്ലിം ലീഗ് പോലും കണ്ണടച്ചതെന്ന് പറയേണ്ടി വരും. അപ്പോൾ UDF അല്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി ദേശീയ തലത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മൃദു ഹിന്ദുത്വ സമീപനം, അതുകൊണ്ടാണ് പലരുടെയും വീടുകളിൽ ഇപ്പോഴും ED വന്ന് കയറാത്തത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ പറയുന്ന ഇവരുടെ വീട്ടിലോട്ടൊക്കെ വന്ന് കയറിയിട്ട് എന്ത് കാര്യം? രമേശ് ചെന്നിത്തലയുടെ വീട്ടിലോട്ടും VD സതീശന്റെ വീട്ടിലോട്ടും കൊണ്ടുവന്ന് ഒരു പ്രയോജനം ഇല്ലത്. ഇപ്പോഴും ഇവരുടെ കയ്യിലൊരു സാധനം കിടപ്പുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ. VD സതീശൻ മുഖ്യമന്ത്രി ആവട്ടെ, അപ്പോൾ വരും അടുത്ത ED അന്വേഷണം. ഏതാണെന്നറിയാമോ? പിന്നെ അന്ന്
PV അൻവർ നിയമസഭയിൽ നിന്ന് പ്രസംഗിച്ചൊരു കേസുണ്ടായിരുന്നു. ആ കർണാടകയിൽ നിന്ന് 150 കോടി മീൻ വണ്ടി കടത്തിക്കൊണ്ട് വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു നിയമസഭയിൽ നിന്നുകൊണ്ട് PV അൻവർ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പുറത്തൊരു ED അന്വേഷണം വരും. ഇനി വിജയിക്കട്ടെ, പിന്നെ VD സതീശൻ വിജയിച്ച് കാണിക്കട്ടെ. വിജയിച്ച് കാണിച്ച് ആ സ്പോട്ടിൽ വരും, മുഖ്യമന്ത്രി ആവട്ടെ, ആ സ്പോട്ടിൽ വരും ഈ കേസ്. അന്നേരം കൈയും കാലും ഇട്ടടിക്കും. അന്നേരം ED മോശക്കാരാ. നമ്മുടെ ഈ പറഞ്ഞല്ലോ ബ്രിട്ടാസ് പറഞ്ഞതുപോലെ മറ്റേ മീശമാധൻ സിനിമയിലെ ആ ഡയലോഗ് വെച്ച് അതെ, പുരുഷനെ അനുഗ്രഹിക്കണം. അതാ അവസ്ഥ. അല്ലാതെ ഈ പറയുന്ന കോൺഗ്രസ്സുകാർ ബി ജെ പിക്കെതിരായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. BJPക്കെതിരെ ഒരു ചുക്കും ചെയ്യാൻ ഇതുവരെ കോൺഗ്രസിനെ കൊണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരിക്കും എവിടെ ഡീല് നടക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ട സമയമായി. ഈ പറയുന്ന രമേശ് ചെന്നിത്തല ഈ കാര്യങ്ങളെല്ലാം വിളിച്ചു, ധർമ്മേന്ദ്ര പ്രധാൻ അതിന് തെളിവ് തന്നു. എനിക്ക് KC വേണുഗോപാലിന്റെ കാര്യം ചോദിച്ചു. അല്ല, ഒന്നും വേണ്ട, നമുക്ക് തരൂര് എടുത്താൽ മതിയല്ലോ. തരൂര് എന്താ കാണിക്കുന്നത്? അതുപോലെ രാജസ്ഥാനിൽ നിന്ന് എന്താണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ പിന്നെ ഒരു BJPയുടെ ഒരു ബിട്ടുമുണ്ട്. അദ്ദേഹം രാജസ്ഥാനിൽ നിന്ന് ഇപ്പൊ അദ്ദേഹം എനിക്ക് തോന്നുന്നു റെയിൽവേ മന്ത്രിയിലേക്ക് പോയി. രാജസ്ഥാനിൽ നമ്മുടെ ആ പട കുറച്ച് കോൺഗ്രസ് ഉണ്ടെന്ന് പറയാൻ രാജസ്ഥാനിലാണ്. അപ്പൊ രാജസ്ഥാനിൽ അവിടെ MP ആയിരുന്നു KC വേണുഗോപാൽ. അവിടെ നിന്ന് MP സ്ഥാനം രാജിവെച്ചിട്ട് ആലപ്പുഴ വന്നിരുന്നുകൊണ്ട് മത്സരിച്ച് MP ആയി, ലോക്സഭ MP ആയി. അത് വേറൊരു തന്ത്രമായിരുന്നു. കേരളത്തിലേക്ക് അദ്ദേഹത്തിന് മടങ്ങി വരാൻ വേണ്ടി കാണിച്ച തന്ത്രം. ഈ തന്ത്രത്തിൽ ഗുണം കിട്ടിയത് ആർക്കാ? രാജ്യസഭയിൽ അവർക്കൊരു സീറ്റ് കൂടുതൽ കിട്ടി BJPക്ക്, അല്ലെ? അവിടെ ബിട്ടു എന്ന് പറയുന്നത് ബിട്ടു സിംഗ് അങ്ങനെ പറയുന്ന ഒരാള്, അദ്ദേഹം അവിടെ MP ആയിട്ട് അവിടെ നോമിനേറ്റ് ചെയ്യപ്പെടുന്നു. അവിടെ കേന്ദ്രമന്ത്രിസഭയിൽ ചെല്ലുന്നു, അയാൾ മന്ത്രിയാവുന്നു. അയാളിപ്പോൾ റെയിൽവേയുടെ കാര്യം നോക്കുന്ന ഒരു മന്ത്രിയായി അയാൾ മാറി. അപ്പൊ അവിടെ ആരാ ഡീൽ ചെയ്തത്? അവിടെ ഡീൽ ഉണ്ടാക്കി കൊടുത്ത് BJPക്ക് ഒരു MB കൂടുതൽ സമ്മാനിച്ച ആരാ? കോൺഗ്രസ് ആണ്. അപ്പൊ ഇവരാണ് ഡീലിനെ കുറിച്ച് സംസാരിക്കുന്നത്. എവിടെയെങ്കിലും CPM അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ പറയട്ടെ, തെളിവ് കൊണ്ടുവരട്ടെ. ഇങ്ങനെ കോൺഗ്രസ്സുകാർ ഇങ്ങനെ ഒരു പണി കാണിച്ചിട്ടുണ്ട്, CPMകാർ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, തെളിവ് കൊണ്ടുപോവാ. അതില്ല. അപ്പൊ ഇങ്ങനെ വെറുതെ ഈ പറയുന്ന പോലെ ഇങ്ങനെ ഒരു ഡീലുണ്ടെന്നും ഞങ്ങൾ മതേതരത്വ മൂല്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുമ്പോഴും നമ്മൾ കുറച്ചു കാലത്തിന് മുമ്പ് നടന്ന ബാബറി മസ്ജിദ് സംഭവത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഈ ബാബറി മസ്ജിദിൽ അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാം രാജീവ് ഗാന്ധിയാണെന്ന്. കേരളം രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പിന്നെ കൊലപാതകങ്ങൾ ഉണ്ടായിരുന്നു. അതിന് രണ്ടിന് കാരണക്കാരാണ്? ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ്. ഈ പറഞ്ഞ രാജീവ് ഗാന്ധിയാണ് അന്ന് ഈ സിഖ് വിരുദ്ധ കലാപത്തിന് കാരണം. 25,000-ലധികം ആളുകളെയാണ് സിഖുകാരെ കൊന്നു തള്ളിയത് ഇവിടെ. എന്താ അന്ന് ഇന്ദിരാഗാന്ധിയെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടിട്ട് അതിന് എല്ലാവരെയും കൊന്നു, കണ്ണി കാണുന്ന എല്ലാവരെയും കൊന്നു. അതിനുശേഷം ഉണ്ടായല്ലേ ബാബറി മസ്ജിദ് 96-ല്. അപ്പൊ ആ സമയത്തും എന്താ സംഭവിച്ചത്? ആ സമയത്തും ഈ പറയുന്ന പോലെ BJPക്ക് ബാബറി മസ്ജിദ് ആക്സസബിലിറ്റി കൊടുത്തത് ശരിക്കും പറഞ്ഞ ഈ രാജീവ് ഗാന്ധിയാണ്. അവരെ കയറിക്കോട്ടെ എന്നായി. ഏറ്റവും അവസാനം പ്രാണപ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ ഇവിടുന്ന് എല്ലാവരും പോയല്ലോ, പ്രാണപ്രതിഷ്ഠ കാണാനായിട്ട് എല്ലാവരും പോയി, ഒരാൾ പോലും വിട്ടു തന്നില്ല. ഇനി പോകാൻ കഴിയാത്തവരാണെങ്കിൽ ഇവിടുന്ന് കല്ലും കട്ടയും കൊടുത്തു വിട്ടെന്നാ പറയുന്നത്. അപ്പൊ ഈ രീതി വരെ BJPയുമായിട്ട് രമ്യതയിൽ പോകുന്ന, അനുനയിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഘടനയാണ് കോൺഗ്രസ് പാർട്ടി. എന്നിട്ട് ഈ കോൺഗ്രസ് പാർട്ടിയാണ് പറയുന്നത് ഒരു മന്ത്രിയായിട്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു CPMന്റെ ഒരു മന്ത്രിസഭയുണ്ട്. അപ്പോൾ കേരളത്തിന് യൂണിയൻ സർക്കാരിൽ നിന്ന് വേണ്ട, യൂണിയൻ മിനിസ്ട്രിയിൽ നിന്ന് വേണ്ട സാധനങ്ങൾ എങ്ങനെ മേടിച്ചെടുക്കും? ഫണ്ടുകൾ വരണ്ടേ? ഈ പറയുന്ന വയനാട് ഫണ്ട് ഇഷ്യൂ വന്ന സമയത്ത് പോലും എപ്പോഴെങ്കിലും ഒരു കഴഞ്ച് സമരം നടത്താൻ ഈ പറയുന്ന MP-മാരെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? കേരളത്തിന് 18 കേന്ദ്രവാഴകളാണുള്ളത്, കേന്ദ്ര MP-മാര് 18 പേര് UDF-ന് മാത്രമായിട്ടുണ്ട്. ഇവരിൽ ആരെങ്കിലും ഒരാളെ അവിടെ സമരത്തിന് കണ്ടോ? ഇവിടെ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ നികുതി വിഹിതം കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ എന്തിനാ സ്റ്റാലിൻ അടക്കമുള്ള മുഖ്യമന്ത്രിമാർ പങ്കെടുത്തുകൊണ്ട് അവിടെ ജന്തർ മന്ദിറിൽ സമരം സംഘടിപ്പിച്ചു. ആ സമരത്തിൽ എവിടെയെങ്കിലും ഈ പറയുന്ന ഏതെങ്കിലും MP-മാരുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. കേരളത്തിന് വേണ്ടി അവരൊന്നും ചെയ്തിട്ടില്ല. അവർക്ക് അവര് നിൽക്കുന്ന എന്തെങ്കിലും ചെയ്യുന്നവർക്ക് ഡീൽ ഉണ്ടെന്ന് പറഞ്ഞു വരുത്തുക. അല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിനൊന്നും ഇവർ നിൽക്കാഞ്ഞത്? ഇത്ര MP-മാരുള്ളതല്ലേ? എവിടെയെങ്കിലും ഒരു സമരം ഈ സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയിട്ടുണ്ടോ? ഇവിടെ നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി, നമ്മുടെ നികുതി വിഹിതം കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഈ പറയുന്ന വയനാട് ഫണ്ട് വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ ആളുകളുടെ ഈ ലോൺ എഴുത്തുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ വയനാട്ടിൽ, അവരെ കൊണ്ട് ഇതുവരെ ഒരു ചെറുവിരൽ അനക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും അനക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പേടിയാണ് നരേന്ദ്രമോദി. ഇവർക്കൊക്കെ ഭയങ്കര പേടിയാണ്. ഈ രാഹുൽ ഗാന്ധിക്ക് വരെ പേടിയാണ്. ഈ പേടി കാരണമാണ് ഉത്തരേന്ത്യയിൽ പോയാൽ തോറ്റു പോകുന്നുള്ള പേടി കൊണ്ടാണ് മുസ്ലിം ലീഗിനെ വരെ അവർ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നത്. അപ്പൊ അത്ര പേടിയുള്ളവരാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പൊ ഡീൽ ആര് തമ്മിലാണ്? ഡീല് CPMുമായിട്ടാണോ പിന്നെ കോൺഗ്രസുമായിട്ടാണോ?
ശരിക്കും നമ്മൾ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴും സമകാലിക സംഭവങ്ങളെടുത്ത് വിശകലനം ചെയ്ത് പഠിക്കുമ്പോഴും ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ഉള്ളത് ഒരു BJPയും കോൺഗ്രസും തമ്മിലുള്ള ഡീലാണ്. അവരാണ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നത്. അവരാണ് സാഷ്ടാംഗം ഈ നരേന്ദ്രമോദിയുടെ കാൽച്ചുവട്ടിൽ പോയി കിടക്കുന്നത്. എന്നിട്ട് ഞങ്ങളാണ് പിന്നെ ഇവിടുത്തെ വർഗീയതയ്ക്കെതിരെ പോരാടുന്നതെന്ന് പറഞ്ഞു. എവിടെ പോരാടി? ഒരിടത്തും പോരാടിയിട്ടില്ല. ഹരിയാന വരെ എല്ലായിടത്തും ഈ പറയുന്ന കോൺഗ്രസ് മത്സരിച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും BJPക്ക് വളം ഇട്ട് കൊടുക്കുമല്ലായിരുന്നു ഇതില്. എല്ലായിടവും BJP അധികാരത്തിൽ. ആ അതല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ജനങ്ങളുടെ കണ്ണി പൊടിയിടാൻ വേണ്ടി കുറെ സംഭവങ്ങൾ ഒരു ചോരി എടുത്തോണ്ട് വോട്ട് ചോരി എടുത്തോണ്ട് എന്നിട്ട് വിജയിപ്പിക്കാൻ കഴിഞ്ഞു. വോട്ട് ചോരി എത്ര കോൺഗ്രസ്സുകാർ ഏറ്റെടുത്ത് വോട്ട് ചോരി? ആരും എടുത്തില്ല. ആരും ഏറ്റെടുത്തില്ല. ഏറ്റവും അവസാനം പറഞ്ഞ അങ്ങനെ മണ്ടനായി. രാഹുൽ ഗാന്ധി മണ്ടനായി. കാണാൻ പോലും ഇല്ല. അതും പറഞ്ഞോണ്ട് ഒറ്റ മുങ്ങല് മുങ്ങി. ബീഹാറിൽ തെരഞ്ഞെടുപ്പിൽ പൊട്ടുകയും ചെയ്തു. എന്നിട്ട് ആ പോക്ക് പോയതാ. പിന്നീട് ആ ആളിനെ കാണാനില്ല. പിന്നെ ഇതുവരെ വന്നിട്ടേ ഇല്ല. ഇവിടെ DK ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിൽ തർക്കം നടക്കുന്നു. എനിക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് DK ശിവകുമാർ അങ്ങോട്ട് വിളിച്ചപ്പോൾ മെസ്സേജ് ഇട്ട് കൊടുത്തു, ഞാൻ വിളിക്കാമെന്ന്. ഒരു സംസ്ഥാനത്ത് ഇതാണ് രാഹുൽ ഗാന്ധി ഉത്തരവാദിത്വം. ഒരു സംസ്ഥാനത്ത് അതും BJPയുടെ കയ്യിൽ നിന്ന് കോൺഗ്രസ് അധികാരം പിടിച്ചു മേടിച്ച് അവിടുത്തെ ഒരു ഉപമുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ തർക്കം നടക്കുന്നു. ആ ഉപമുഖ്യമന്ത്രിക്ക് തന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് സമയം ചോദിച്ചപ്പോൾ ഞാൻ വിളിച്ചോളാം എന്നാണ് പറഞ്ഞത്. ഇതാണോ ഒരു പിന്നെ കോൺഗ്രസിന്റെ ദേശീയ നേതാവ് നടത്തേണ്ട ചുമതല? അപ്പൊ സ്വാഭാവികമായി ഇനി ഈ തർക്കം മുറുകും. ഈ DK ശിവകുമാർ BJP ചേരും. DK ശിവകുമാരെ 2 കൈ നീട്ടി സ്വീകരിക്കാൻ BJPക്കാർ തയ്യാറാ. അങ്ങനെ വന്നു ഇവിടെ വീണ്ടും ബൈ ഇലക്ഷൻ വരും. ബൈ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ട്, ഈ കർണാടകയും കൂടെ ഉള്ളത് അങ്ങ് പോയി കിട്ടും. അത് നേരെ BJPയുടെ കൈ കൊടുക്കും. ഇത്രയേ ഉള്ളൂ സംഭവം നടക്കാൻ പോകുന്നത്. ഇങ്ങനെ സകലമാന സംസ്ഥാനങ്ങളിലും BJPയും കോൺഗ്രസും തമ്മിൽ സഖ്യമുണ്ടാക്കി പലയിടങ്ങളിലും BJPക്ക് കൃത്യമായ അധികാരം കൊടുക്കുന്ന ഒരു ടീമായി കോൺഗ്രസ് പാർട്ടി മാറിയിരിക്കുന്നു. എന്ന് വെച്ചാൽ കോൺഗ്രസിന് വേണ്ടി പ്രചരണം നടത്തുന്ന ഒരു വിഭാഗം ആളുകൾ, ആ ആൾക്കാരാണ് കേരളത്തിൽ ഇരുന്നുകൊണ്ട് പറയുന്നത് കേരളത്തിൽ BJPയും കോൺഗ്രസും CPM തമ്മിൽ ഡീല് നടക്കുന്നു. എന്ത് മണ്ടത്തരമാണെന്നേ. ഈ PM ശ്രീ പദ്ധതി കേരളത്തിന് ഫണ്ട് വേണ്ടി സർവീസ് വേണ്ടി, അല്ലാന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ ആരെങ്കിലും സമരം ചെയ്ത് മേടിച്ചു തരുമോ? ഇല്ല, മേടിച്ചു തരത്തില്ല. അതിന് ഇത് ചെയ്യേണ്ടി വരും. ഇവിടെ കേരള ഗവർണർ ഇതിന് PM ഉഷയെ കുറിച്ച് എന്താ വരും മിണ്ടാത്തത്? വേറൊരു പദ്ധതി ഉണ്ടല്ലോ PM ഉഷ, ഇതിനെക്കുറിച്ച് ഈ പൊട്ടന്മാർ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവർ മിണ്ടാത്തത്. അറിയത്തില്ല. അത് തന്നെ കാര്യം. ആ PM ഉഷ എന്ന് പറയുന്ന പദ്ധതി ഇവിടെ കൊണ്ടുവന്നു. എന്നിട്ട് നമ്മുടെ ഇവിടെ പഠിപ്പിക്കുന്നതെല്ലാം ഈ പറയുന്ന സിലബസ് അനുസരിച്ചിട്ട് ഔട്ട് ഓഫ് സിലബസ് ആണോ? ഇവിടുത്തെ പിന്നെ ഇവർ പഠിപ്പിക്കുന്ന എന്താ പറയുക സംഘപരിവാറിന്റെ ആശയങ്ങളാണോ ഇന്ന് കോളേജിൽ പഠിപ്പിക്കുന്നത്? അല്ലല്ലോ. അല്ല, അവിടെ നമ്മുടെ കാര്യങ്ങളാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പിന്നെ ആദ്യമേ തന്നെ നമ്മൾ ഈ PM ശ്രീ പദ്ധതി വരുന്നു, നമ്മൾ ഒപ്പിടാൻ പോകുന്നു എന്ന് പറഞ്ഞ സമയത്ത് തന്നെ വിശദീകരണം തന്നിരുന്നല്ലോ. അതായത് എന്താണ് ഒരിക്കലും നമ്മൾ അത് ഒരിക്കലും BJP അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയല്ല നമ്മൾ ഈ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതെന്നും നമുക്ക് ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ആ ഫണ്ട് വേണമല്ലോ, ആ ഫണ്ടിന് വേണ്ടിയിട്ടാണെന്നും കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അവസാനം വന്നപ്പം CPIയുമായിട്ടുള്ള തർക്കം വന്ന സമയത്തും അതേ വിശദീകരണം തന്നെ തന്നിട്ടാണ് നമ്മൾ ഒഴിഞ്ഞു നിന്നത്. ശരിക്കും പറഞ്ഞാൽ സർക്കാർ ഒഴിഞ്ഞു നിന്നതും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതിനടുത്ത് ഇവര് കാണുന്ന ഡീൽ എന്ന് പറയുന്നത് എവിടെയാണ് ഈ ഡീൽ എന്നുള്ളതാണ്. അതാണ് ആർക്കും മനസ്സിലാവാത്തൊരു കാര്യം. ഡീൽ എവിടെയാണ്? ആ ഡീൽ എന്താണെന്നുള്ളത് തുറന്നു കാണിക്കൂ. ആ ഡീൽ നടക്കുന്നുണ്ട് എന്നുള്ളതിനൊരു സോളിഡ് എവിഡൻസ് കാണിക്കൂ ജനങ്ങളുടെ മുമ്പിൽ. അതല്ലേ വേണ്ടത്. ഇപ്പൊ ഈ PM ഉഷ എന്ന് പറയുന്ന പദ്ധതി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കിയൊരു പദ്ധതിയാണ്. അതിന്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ഈ പിന്നെ ഗവർണർ ഈ ഇവിടെ എല്ലാം കൊണ്ടുവന്ന് സംഘീവൽക്കരണത്തിന് ശ്രമിച്ചത്. അപ്പൊ അതിനെന്താ പറഞ്ഞു? പോയി വീട്ടിൽ ഇരുന്നോളാൻ പറഞ്ഞു. കുട്ടികൾ ഗവർണറുടെ അധികാരം എവിടം വരെ മാത്രമാണ് എന്നുള്ളത് പഠിക്കണം. അതിനുവേണ്ടി ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് പാഠപുസ്തകം ഇറക്കി കൊടുത്ത് കുട്ടികൾക്ക് പഠിക്കാൻ. ഇത്രയൊക്കെയാണ് സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJPക്കെതിരായി ശക്തമായ പ്രതിരോധം തീർക്കാനും BJPക്കെതിരായി ശക്തമായ നീക്കം നടത്താനും അവരുടെ നടത്തുന്ന വർഗീയ അജണ്ടകളെ പ്രതിരോധിക്കാനും ശേഷിയുള്ള ഒരൊറ്റ പാർട്ടി CPM മാത്രമാണ്. ആ CPM ആ പണി വളരെ വെഡിപ്പായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത്. ഇവിടെ നമ്മൾ ഈ ഭാരതാംബയെ പൊക്കി പിടിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റികളിൽ കയറി ഇറങ്ങിയല്ലോ ഗവർണർ. ആ സമയത്ത് ആരാ എതിർത്തെ? ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ എതിർത്തോ? KSU ഉണ്ടല്ലോ നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ. KSU മിണ്ടിയോ? ഈ പറയുന്ന സമരം നടത്തിയ SFI പിള്ളേരെ ഈ പറയുന്ന VD സതീശൻ വിളിച്ച വിളി എന്താണ്? ഗുണ്ടകൾ, SFI ഗുണ്ടകൾ എന്നാണ് വിളിച്ചത് അല്ലേ? അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? അപ്പൊ ഡീല് VD സതീശനുമായിട്ടല്ലേ ഡീല്? SFI പിന്നെ സംഘപരിവാറിന്റെ നയങ്ങളെ എതിർക്കുന്ന SFIക്കാരെ ഗുണ്ടകളെന്ന് വിളിക്കുകയാണെങ്കിൽ VD സതീശൻ അപ്പൊ 6 വർഷത്തെ നയിക്കുന്നത്? അവിടെയും ഡീലില്ലേ? ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നേതാവിനെ കണ്ടോ? ഈ ഗോൾവർക്കറുടെ ചിത്രത്തിൽ പോയതുകൊണ്ട് കുനിഞ്ഞു നിന്ന് വിളക്ക് കത്തിക്കുന്ന ഏതെങ്കിലും ഒരു CPM നേതാവിനെ കാണിച്ചു തരാൻ പറ്റുമോ? പക്ഷേ ഇവിടെ കാണിക്കാൻ പറ്റും. VD സതീശൻ ഗോൾവർക്കറുടെ ചിത്രത്തിൽ പോയി പിന്നെ വിളക്ക് തെളിച്ചിട്ടുണ്ട്. അവിടെ തൊഴുതുകൊണ്ട് നിന്നിട്ടുണ്ട്. ഈ പറയുന്ന K സുധാകരൻ എന്ന് പറയുന്ന ഒരാള് അവരുടെ ശാഖയ്ക്ക് കാവലിരിക്കാൻ യൂത്ത് കോൺഗ്രസിന്റെ പിള്ളേരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇത് പിന്നെ ആരും പിന്നെ തെളിവില്ലാതെ പറയുന്നതല്ല. ഇത് വളരെ കൃത്യമായി സോളിഡ് എവിഡൻസ് ആണ്. അത് പറഞ്ഞത് സുധാകരൻ തന്നെയാണ്.
അപ്പം ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? അപ്പോൾ ഡീൽ ആരൊക്കെ തമ്മിലാണ് ഇവിടെ നടക്കുന്നത്? ഡീല് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഡീല് വളരെ വ്യക്തമായി നടപ്പിലാക്കിയ കുറേ സ്ഥലങ്ങളുണ്ട്, വളരെ കൃത്യമായി നടപ്പിലാക്കിയ സ്ഥലങ്ങൾ. നിയമം ഒരു ഉദാഹരണം, നമ്മൾ കുറച്ചു മുമ്പ് ചർച്ച ചെയ്ത കേസാണ്. നേമത്തുണ്ട്, തൃശ്ശൂരുണ്ട്, അങ്ങനെ എത്ര സ്ഥലങ്ങൾ നമുക്ക് എടുത്ത് കാണിക്കാൻ കഴിയുമെന്നറിയോ? അത് പിന്നെ തൃപ്പൂണിത്തുറ കെ ബാബുവിനെ ജയിപ്പിച്ച ആരാ? KS രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അവിടുത്തെ പിന്നെ BJP സ്ഥാനാർത്ഥി വ്യക്തമായിട്ട് പറഞ്ഞില്ല, ഇനി മേലെ ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കത്തില്ലെന്ന്. ശബരിമല വിഷയം അങ്ങോട്ട് കത്തിച്ചു. എന്നിട്ട് ശബരിമല വിഷയമായിട്ട് കത്തിച്ചു കൊടുത്തിട്ടാണ് അവിടെ പിന്നെ കെ ബാബുവിൻ്റെ വോട്ടേഴ്സ് സ്ലിപ്പിൽ അയ്യപ്പൻ്റെ പടം വരെ വെച്ചിട്ടാണ് സ്ലിപ്പ് വിതരണം ചെയ്തത്. KS രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി എഴുന്നേക്ക് വോട്ട് വീണില്ല. തുറവൂർ വിശംബരൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനായിരുന്നു അന്ന് അതിന് മുമ്പത്തെ തവണ അവിടെ മത്സരിച്ചത്. ആ മത്സരിച്ച സമയത്ത്, അതായത് പിന്നെ ഇയാൾക്കെതിരായിട്ട് സ്വരാജിനെതിരായി മത്സരിച്ചത് തുറവൂർ വിശംബരൻ. ആ തുറവൂർ വിശംബരൻ പിടിച്ചതിൻ്റെ പകുതി വോട്ട് പോലും ഈ മനുഷ്യൻ പിടിച്ചില്ല, KS രാധാകൃഷ്ണൻ. ഒടുവിൽ പുള്ളി പറഞ്ഞു, ഞാൻ ഇനി മേലാൽ ഇങ്ങനെ മത്സരിക്കാൻ നിൽക്കത്തില്ലെന്ന്. കാര്യം ഡീലായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ ഡീൽ ആരൊക്കെ തമ്മിലായിരുന്നു? അവരുടെ ലക്ഷ്യം പിന്നെ സ്വരാജിനെ തകർക്കുക, സ്വരാജിനെ ഇല്ലാതാക്കുക. തൃപ്പൂണിത്തുറക്കാർക്ക് അബദ്ധം പറ്റി. അങ്ങനെ അവർക്ക് അബദ്ധം പറ്റിയില്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സ്വരാജ് ഇന്നലെ മന്ത്രിയായി അവർക്ക് തൃപ്പൂണിത്തുറക്കാർക്ക് മന്ത്രിയെ കിട്ടിയാനെ. അപ്പോൾ ഡീല് നടക്കുന്ന വളരെ കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും എവിടെയൊക്കെയാണ് കൃത്യമായി ഡീല് നടന്നതെന്ന്. ആ ഡീൽ എന്തുകൊണ്ട് എങ്ങനെ നടന്നിട്ടുണ്ട് പല BJP നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. BJP നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്, UDF-ന്റെ സ്ഥാനാർത്ഥികളും പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേമത്ത്, ഇതിനു മുമ്പ് പറഞ്ഞ നേമത്തെ V. സുരേന്ദ്രൻപിള്ള എന്ന് പറയുന്ന നേതാവ് വളരെ കൃത്യമായിട്ട് പറഞ്ഞ അവിടെ ഡീല് നടന്നിട്ടുണ്ട്. ഇവിടെ തൃശ്ശൂരിൽ ഡീല് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് K. മുരളീധരൻ തന്നെയാണ്. അന്വേഷണം വന്നപ്പോഴും തെളിഞ്ഞ എങ്ങനെ? KC ജോസഫും T. സിദ്ദിഖും അടക്കമുള്ള അന്വേഷണ സമിതി വന്നിട്ട് അന്വേഷിച്ചപ്പോഴും തെളിഞ്ഞ എന്താ? അവിടെ ഡീല് നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് അന്വേഷണ റിപ്പോർട്ട് വന്നത്. അപ്പം ഡീലുണ്ടെന്നേ, ഡീല് നടക്കുന്നത് കോൺഗ്രസും BJP-യും തമ്മിലാണ്. മനസ്സിലായില്ലേ? കുറ്റം മുഴുവൻ CPM-ന്റെ തലയ്ക്കാണ് വരുന്നത്. CPM-ഉമായിട്ടാണ് ഡീൽ ഇവിടെ പച്ചയ്ക്ക് തെളിവായി നിൽക്കുകയാണ്. ഈ തെളിവിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് പിന്നെ ഈ ജോൺ ബ്രിട്ടാസ് ധർമ്മേന്ദ്ര പ്രധാനെ കാണുന്നത് തെറ്റാണോ? ഒരു MP എവിടുത്തെ ഒരു മന്ത്രിയെ പോയി കാണുന്നു. ആ മന്ത്രിയെ കണ്ട് ഇനി PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നു തന്നെ വെച്ചോ. എന്തിനു വേണ്ടിയിട്ടാണ് PM ശ്രീ പദ്ധതി? സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അല്ലാതെ വെറുതെ ചായ കുടിക്കാൻ കയറിയതല്ലോ ധർമ്മേന്ദ്ര പ്രധാന്റെ വീട്ടിൽ. ചായ കുടിക്കാൻ കയറിയതുമല്ല. അദ്ദേഹത്തെ എന്നാ നമുക്കൊരു ചായ കുടിച്ചിട്ട് പോവാം, അല്ലെ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്നും പറഞ്ഞിട്ട് വിളിച്ച് കയറ്റിയതൊന്നും അല്ലല്ലോ. അങ്ങനെ കയറിയവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചായക്കാര്യം പറയുന്നത്. അവിടെ ഡീലില്ല. അവിടെ എന്താ ചർച്ച ചെയ്യപ്പെട്ടതെന്ന് മാത്രം നമുക്കറിയില്ല. അതാണ് സംഭവം. അല്ല, ഇത്രയേ ഉള്ളൂ സംഭവത്തിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു വിശദീകരണം.